ഹായ് ഗൈസ്, ഞാൻ ഈ സെഷൻ എടുത്തിരിക്കുന്നത് ടാലി GST എക്സൽ എന്ന കോഴ്സിന്റെ ബെനിഫിറ്റ്സ്, അത് പഠിക്കാനുള്ള ഗുണങ്ങൾ എന്താണെന്ന് സ്റ്റുഡൻസ് ആയി നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സോ ടാലി GST എക്സൽ എന്നുള്ള കോഴ്സ് ഒബ്വിയസ്ലി അക്കൗണ്ടിംഗ് ഫോക്കസ് കോഴ്സാണ്. അതായത് ഏതൊരു വിദ്യാർത്ഥിക്ക് അക്കൗണ്ടിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് ടാലി GST എക്സൽ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് ഒരു സ്പ്ലിറ്റ് അപ്പ് നോക്കാം. എന്തുകൊണ്ടാണ് അവോധ ഈ ഒരു പർട്ടിക്കുലർ കരിക്കുലം ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ടാലി നോക്കാം. ഓക്കെ, ഇപ്പൊ ടാലിയുടെ കേസിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ അക്കൗണ്ടിംഗ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ടാലി എന്ന സോഫ്റ്റ്വെയർ. മോസ്റ്റ് യൂസ് സോഫ്റ്റ്വെയർ ഇൻ ദി അക്കൗണ്ടിംഗ് വേൾഡ് ഇസ് ക്ലിയർലി ടാലി. അപ്പം ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രി എസ്പെഷ്യലി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം അവോധ, നമ്മുടെ കമ്പനി അവോധ എടുത്ത് നോക്കുകയാണെങ്കിൽ വി ആർ യൂസിംഗ് ടാലി ഓവർ ഹിയർ ഫോർ കീപ്പിംഗ് അപ്പ് വിത്ത് അക്കൗണ്ടിംഗ്. അതായത് ഇന്ത്യൻ ടാക്സ് ലോസ് പ്രകാരം ഏറ്റവും കൂടുതൽ യൂണിഫോം ആയിട്ടും ഏറ്റവും നല്ല രീതിയിൽ കമ്പാറ്റബിൾ ആയിട്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ടാലി. ഓക്കെ, സോ ഈ ടാലിനകത്ത് പക്ഷെ ടാലി പഠിച്ചാൽ മതിയോ എന്നുള്ള ക്വസ്റ്റനിലേക്ക് നമ്മൾ എല്ലാവരും ടീം ആദ്യം എത്തിച്ചേർന്നു. നമ്മൾ അവോധനകത്ത് ഓരോ കോഴ്സ് റിലീസ് ചെയ്യുമ്പോഴും റിസർച്ച് ചെയ്തിട്ട് ജോലി കിട്ടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി തീരുമാനിച്ച് മാത്രമേ നമുക്ക് കോഴ്സ് റിലീസ് ചെയ്യാറുള്ളൂ, കരിക്കുലം ഉണ്ടാക്കാറുള്ളൂ. കാരണം നമ്മുടെ ലക്ഷ്യം നമുക്കും നമ്മുടെ കമ്പനി പിടിച്ചിരിക്കണമെങ്കിൽ നമ്മുടെ കമ്പനി പഠിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടണം, അപ്പോൾ നമ്മുടെ കമ്പനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. സോ ആ റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ടാലി എന്നുള്ള കോഴ്സ് ഒറ്റയ്ക്ക് പഠിച്ചിട്ട് വലിയ കാര്യമില്ല. യു നീഡ് ടു ലേൺ ടാലി വിത്ത് GST. ഓക്കെ, ആ കാരണം എന്താ, അത് ഇന്ന് മാർക്കറ്റിൽ, അതായത് ജോബ് മാർക്കറ്റ്, അവോധയുടെ ജോബ് മാർക്കറ്റ് വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഇന്ന് ജോബ് മാർക്കറ്റ് നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഇന്നത്തെ ജോബ് മാർക്കറ്റിനകത്ത് ഏറ്റവും കൂടുതൽ അക്കൗണ്ടൻസിന് എല്ലാം ആവശ്യം. കാരണം നിങ്ങളും പഠിച്ച സമയത്ത് BCom പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോളേജിൽ പലരും അറിയായിരിക്കും ടാലി പഠിച്ച് ജോലി കിട്ടാൻ നടക്കണ കുറെ പേര് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും അല്ലെ. അപ്പം അക്കൗണ്ടൻസ് എല്ലാം ഇന്ന് നമ്മുടെ ലേബർ മാർക്കറ്റിന് ആവശ്യം, അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിക്ക് ആവശ്യം. ടാലി ആൻഡ് GST അറിയുന്ന അക്കൗണ്ടൻസിനാണ് നമ്മുടെ ലേബർ മാർക്കറ്റിന് ആവശ്യം. അത് ടാലി മാത്രം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഇന്ന് ടാലി വിത്ത് GST പഠിക്കണം. കാരണം ഞാൻ പറയാം, അതായത് നമ്മുടെ കോളേജ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ സീനിയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ സീനിയേഴ്സ് കുറെ പേര് ടാലി പഠിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ആ ടാലന്റ് മാർക്കറ്റ് കിടപ്പുണ്ട്, ലേബർ മാർക്കറ്റ് കിടപ്പുണ്ട്. ഇപ്പൊ ഇന്ത്യയിലെ പ്രശ്നം എന്താ, ജോലിയുടെ എണ്ണം കുറവും ജോലി ആവശ്യക്കാർ കൂടുതലാണ് അല്ലെ. പക്ഷെ ഈ ആവശ്യക്കാർക്ക് ഈ അക്കൗണ്ടിംഗ് ടാലി മാത്രം പഠിച്ച ആൾക്കാർക്ക് ഒരിക്കലും പുതിയ സിസ്റ്റമായിട്ട് കമ്പാറ്റബിൾ ആയിട്ട് പോകാൻ പറ്റുന്നില്ല. അതായത് GST എന്നുള്ള സിസ്റ്റം വന്നതിന് ശേഷം നമ്മുടെ ഫുൾ ടാക്സേഷൻ, അതായത് നമ്മുടെ എന്ത് സെയിലും നിങ്ങൾ ടാക്സേഷൻ സിസ്റ്റം ഇസ് കംപ്ലീറ്റ്ലി ചേഞ്ച് അല്ല. വാറ്റിന്റെ പഴയ വാറ്റ് ഉണ്ടായിരുന്നു, വാല്യൂ ആഡ് ടാക്സ് എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ടായിരുന്നു വാറ്റ്. പക്ഷെ വാറ്റ് പോലെയല്ല GST-നകത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ ചില പ്രോഡക്ട്സിൽ ITC കിട്ടും, ITC കിട്ടത്തില്ല. ചില പ്രോഡക്റ്റിന് വേരിയും GST റേറ്റുകളുണ്ട്. എല്ലാം സെൻട്രലി മോണിറ്റേർഡ് ആണ്. നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിലും പല രീതിയിലും ബെനിഫിറ്റ്സ് നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ വ്യത്യാസം വരുന്നുണ്ട് സ്ലൈറ്റ്ലി ഇൻ ദ കേസ് ഓഫ് GST ഓൺലി. അപ്പം ഇന്നത്തെ അക്കൗണ്ടിംഗ് ഇൻഡസ്ട്രിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ടാലിയും GSTയും ഒരുമിച്ച് പഠിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് അവോധ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ടാലി മാത്രമല്ല, ടാലി വിത്ത് GST ആണ് പഠിപ്പിക്കുന്നത്. ആൻഡ് ദ സർട്ടിഫിക്കേഷൻ ഓൾസോ ദാറ്റ് വി ആർ എയിമിംഗ് ഫോർ, നിങ്ങൾക്ക് വേണ്ടി എത്തിക്കാനുള്ള സർട്ടിഫിക്കേഷൻ, നമ്മൾ എയിം ചെയ്യുന്ന സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടാലി GST സർട്ടിഫിക്കേഷൻ, ടാലി വിത്ത് GST സർട്ടിഫിക്കേഷൻ ആണ്. അപ്പം ആ ഒരു സർട്ടിഫിക്കേഷൻ ആയിരിക്കും ലേബർ മാർക്കറ്റിൽ വരും നമ്മുടെ കരിക്കുലത്തിലും അതിനെ പഠിപ്പിക്കുന്നത്. ഓക്കെ, എന്നുള്ള നമ്മൾ എക്സൽ പഠിപ്പിക്കുന്നത്. അപ്പം എക്സൽ പഠിപ്പിക്കുന്ന കേസിൽ ഒബ്വിയസ്ലി again നമ്മുടെ ടീം ഒത്തിരി ഡിസ്കസ് ചെയ്ത കാര്യം, നമ്മുടെ ഒരു അക്കൗണ്ടിംഗ് ഫീൽഡിൽ പോകുമ്പോൾ നമ്മൾക്ക് എന്താ മനസ്സിലാക്കി, ഇനിഷ്യലി നമ്മൾ കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ടാലി GST മാത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ വിദ്യാർത്ഥികളെ ഇന്റർവ്യൂസിന് വിട്ടു തുടങ്ങിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ പല കമ്പനീസും അക്കൗണ്ടിംഗ് ടാലിയിൽ ചെയ്യുവാണെങ്കിൽ പോലും അവരുടെ ഓപ്പറേഷൻസും അല്ലെങ്കിൽ ബാക്കി ഫിനാൻസ് പേ ഔട്ട്സ് എല്ലാം എക്സൽ വഴിയാണ് അവർ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മെനി കമ്പനീസ് ആർ ഡൂയിങ് ഇറ്റ് ലൈക്ക് ദാറ്റ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി, നമ്മൾ കുറേ സ്റ്റുഡൻസ് എക്സലിനെ പറ്റി ഒരു ബേസിക് നോളജ് ഇല്ലാത്ത കുറേ സ്റ്റുഡൻസ് ഇന്റർവ്യൂ പോകുന്ന തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി, അതായത് എക്സൽ ഇല്ലാണ്ട് നമ്മുടെ കമ്പനീസും പ്രിഫർ ചെയ്യുന്നില്ല. എക്സലിനെ പറ്റി ഒരു കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മുടെ കമ്പനികൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരാളെ അങ്ങനെ അങ്ങോട്ട് പ്രിഫർ അധികം ചെയ്യുന്നില്ല. എക്സലും കൂടി അറിയണം, ടാലി വിത്ത് GST അറിയണം. അപ്പോഴാണ് കമ്പനിയുടെ പൂർണ്ണ ഓപ്പറേഷൻസും അക്കൗണ്ടിംഗ് ആളുടെ ആ ടീമിലേക്ക് ആളെ ആഡ് ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മുടെ ഒബ്വിയസ്ലി ദ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് നമ്മുടെ ഫാക്കൽറ്റി വാസ് ടു ആഡ് എക്സൽ ഇൻ ടു ദിസ് കോഴ്സ് ആൻഡ് വി ഡിഡ് എ ലോട്ട് ഓഫ് റിസർച്ച്. എക്സലിനകത്ത് ഏതൊക്കെ ബേസിക് നോളജസ് ആണ് നമുക്ക് സ്റ്റുഡന്റിനെ കിട്ടേണ്ടത് ഈ ഒരു ജോബ് റോളിലേക്ക് കയറാനായിട്ട്, അതായത് ഈ പറഞ്ഞ പോലെ എക്സലും അക്കൗണ്ടിംഗ് എന്നുള്ള ജോബ് റോളിലേക്ക് കയറാനായിട്ട് ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം, അങ്ങനെ റിസർച്ച് ചെയ്തിട്ട് വി ബിൽഡ് ഔട്ട് എ കരിക്കുലം. സോ ദാറ്റ്സ് വൈ കറന്റ്ലി അറ്റ് അവോധ നമ്മൾ അക്കൗണ്ടിംഗ് കോഴ്സ്, നമ്മൾ അക്കൗണ്ടിംഗ് കണക്ക് നോക്കാൻ താല്പര്യമുള്ള ആൾക്കാരുടെ കോഴ്സിൽ നമ്മൾ പഠിക്കുന്ന കോമ്പിനേഷൻ ആണ് ടാലി GST ആൻഡ് എക്സൽ. ഫസ്റ്റ് എക്സൽ വരും, പിന്നെ ടാലി വരും, പിന്നെ GST വരും. ഓക്കെ, നിങ്ങൾ കോഴ്സ് പഠിക്കുന്ന സമയത്ത് ഇറ്റ്സ് എ ഫിനോമിനൽ കോഴ്സ്, ഇറ്റ്സ് എ വണ്ടർഫുൾ കോഴ്സ്. ഐ എം ഷുവർ യു ഗൈസ് വിൽ ലവ് ഇറ്റ്, എസ്പെഷ്യലി ഇഫ് യു ഗൈസ് ഹാവ് എ തിങ് ഫോർ അക്കൗണ്ടിംഗ്. ഇഫ് യു ലവ് അക്കൗണ്ടിംഗ് യു നീഡ് ടു ഡു ദിസ് കോഴ്സ്. അക്കൗണ്ടിംഗ് താല്പര്യമുള്ള ചെറിയ ചെറിയ നമ്പേഴ്സ് ഒക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ കോഴ്സ് മസ്റ്റ് ആണ്. യു ഗൈസ് വിൽ ആബ്സല്യൂട്ട്ലി ലവ് ഇറ്റ്. ദി ജോബ് പ്രോസ്പെക്ട്സ് ആർ റിയലി കൂൾ ഫോർ ദിസ് കോഴ്സ്. ഓക്കെ, സോ I really hope that if you guys like this course, you guys subscribe for this course. And remember, അവോധയിൽ there are no mistakes. നിങ്ങൾ ഇപ്പം ഈ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ അവോധയിനകത്ത് യു ഗൈസ് ക്യാൻ സ്വിച്ച് ദ കോഴ്സ് ഇമീഡിയറ്റ്ലി. നിങ്ങൾക്ക് പറ്റുന്ന ഈ ഓഫർ, നമ്മൾ ജോബ് മാർക്കറ്റ് റിസർച്ച് ചെയ്ത് ജോലി വേക്കൻസീസ് ഉള്ള കോഴ്സുകൾ 14 കോഴ്സുകൾ, ഒത്തിരി വേക്കൻസീസ് ഉള്ള 14 കോഴ്സുകൾ നമുക്കുണ്ട്. വെറൈറ്റി കോഴ്സുകളാണ്. സോ ഇഫ് യു ഫീൽ അക്കൗണ്ടിംഗ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്ന അക്കൗണ്ടിംഗ് നിങ്ങൾക്കായിട്ട് ഒരു കമ്പാറ്റബിലിറ്റി ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വേറെ കോഴ്സിലേക്ക് സ്വിച്ച് ചെയ്യാം. ബട്ട് ഐ തിങ്ക് യു ഗൈസ് വിൽ ലൈക്ക് accounting if you are into numbers. Okay, so thank you guys, have a fun learning experience and I hope you guys become awesome accountants.